ജയിലിലായ തങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം തകരുമെന്ന് പ്രതിപക്ഷം ഭയപ്പെടുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പൊതുതാൽപര്യത്തിനായുള്ള നിയമങ്ങളെപ്പോലും എതിർക്കുകയാണ് എന്നും വിമർശനം. അറസ്റ്റിലായവരെ മന്ത്രിസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുന്ന ഭരണഘടനാ ഭേദഗതി ബില്ലിനെ പിന്തുണച്ച ബീഹാറിലാണ് മോദിയുടെ പ്രതികരണം. എന്നാൽ SIRൽ മോദി പ്രതികരിച്ചിട്ടില്ല. വോട്ട് കൊള്ളയ്ക്കെതിരായി രാഹുൽ ഗാന്ധിയുടെ യാത്ര 6ാം ദിവസത്തിലെത്തി. ये कांग्रेस वाले, ये लेफ्ट वाले इस कानून का विरोध कर रहे हैं। ये बहुत गुस्से में है और कौन नहीं जानता उनको किस बात का डर है। जिसने पाप किया होता है वो अपने पाप को दूसरों से छुपाता है, लेकिन खुद को भीतर से जानता है कि क्या खेल खेला है। इन सब का भी यही हिसाब है. PR അരവിന്ദ് വിവരങ്ങൾ നൽകാനായി. അരവിന്ദ്, നോക്കൂ, ഇന്ന് ബീഹാറിൽ പ്രതിപക്ഷത്തിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ടാണ് മോദി അവിടെ പ്രചാരണം തുടങ്ങിയിരിക്കുന്നത്. എന്താണ് മോദി പറഞ്ഞ കാര്യം? അജി, എന്തായാലും പ്രധാനമന്ത്രി ഇന്ന് വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനത്തിന് വേണ്ടിയാണ് ബീഹാറിൽ എത്തിയത്. 13,000 കോടിയുടെ വികസന പദ്ധതികൾ മോദി ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് പ്രതിപക്ഷത്തിനെതിരെ ആ വിമർശനം ഉയർത്തിയത്. അത് ഇപ്പോൾ അടുത്ത ഇടയ്ക്ക് കൊണ്ടുവന്ന അറസ്റ്റിലായവരുടെ മന്ത്രിസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുന്ന ഭരണഘടനാ ഭേദഗതി ബില്ലിനെ കുറിച്ചാണ് പ്രധാനമന്ത്രി ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. പ്രധാനമായും ജയിലിലായാൽ തങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം തകരുമെന്ന് പ്രതിപക്ഷം ഭയപ്പെടുന്നതായി പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിക്കുന്നു. പൊതു താല്പര്യത്തിനായുള്ള നിയമങ്ങളെ പോലും എതിർക്കുകയാണ് പ്രതിപക്ഷം ചെയ്യുന്നത്. പക്ഷേ നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വോട്ടർ അധികാര യാത്രയുമായി ബീഹാറിൽ മുന്നോട്ട് പോവുകയാണ്. വോട്ടുകൊള്ള അടക്കമുള്ള കാര്യങ്ങൾ രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പക്ഷേ ഇക്കാര്യങ്ങളെ കുറിച്ച് പ്രതികരിക്കുവാനോ ബീഹാർ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തെ കുറിച്ച് പ്രതികരിക്കുവാനോ പ്രധാനമന്ത്രി തയ്യാറായിട്ടില്ല. മറ്റു കാര്യങ്ങൾ, പ്രധാനമായും ഈ ബില്ലും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾ അടക്കം ഉയർത്തിയാണ് പ്രതിപക്ഷത്തിനെതിരെ പ്രധാനമന്ത്രി ഒരു വിമർശനം ഉയർത്തിയിരിക്കുന്നത്. നമുക്കറിയാം, രാഹുൽ ഗാന്ധി വലിയ വിമർശനം തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിനെതിരെയും തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇന്നും രാഹുലിന്റെ യാത്ര അവിടെ പുരോഗമിക്കുകയാണ്. അപ്പോൾ രാഹുലിനെതിരെയും ഈ യാത്രക്കെതിരെയും ചില വിമർശനങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ അക്കാര്യങ്ങളൊന്നും പ്രതികരിക്കാതെ ഇപ്പോൾ പുതിയ ബില്ലുമായി ബന്ധപ്പെട്ട ചില പ്രതികരണങ്ങളാണ് പ്രധാനമന്ത്രി നടത്തിയത്. ആ ബില്ലിന്മേലാണ് പ്രധാനമന്ത്രി പ്രതിപക്ഷത്തിനെ വിമർശിക്കുകയും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾ, ഭരണം അടക്കമുള്ള കാര്യങ്ങളിൽ പ്രതിപക്ഷത്തെ വിമർശിക്കുകയും ചെയ്തിരിക്കുന്നത്. അജിത്, ശരി. PR അരവിന്ദാണ് വിവരങ്ങൾ നൽകിയത്.